ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ വൃത്തികേടായി കിടക്കുന്ന ഏരിയയോ ഭിത്തിയോ ഉണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ ടെക്സ്ചർ പെയിൻറ്റോ അല്ലെങ്കിൽ വാൾ ടൈലോ ഒന്നും ഒട്ടിക്കാതെ അതിനേക്കാൾ ഭംഗിയിൽ നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഞാനിവിടെ ഒരു പഴയ വാഷ് ബേസിന് നേരെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു റോള് വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പല ഡിസൈനിലും പല വലുപ്പത്തിലും പല വിലയിലുമുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഡിസൈനും കളറും ഒക്കെ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അതിൻ്റെ അടുത്തുള്ള ഭിത്തിയോട് മാച്ചായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ റിവ്യൂ ഒക്കെ നോക്കാം കേട്ടോ. റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ഉള്ള വാൾപേപ്പർ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അവർ മോഡലൊക്കെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്, പലരും റിവ്യൂ ചെയ്ത് മേടിച്ചിട്ടുള്ള ആൾക്കാർ. ഇത് 45x1000 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 50 സ്ക്വയർ ഫീറ്റോളം ഇത് വെച്ചിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് ഈ ഒരു റോള് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. വേറെ ഇൻസ്ട്രക്ഷൻസ് ഉള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു റോള് മാത്രമാണ് നമുക്കുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചത് 399 രൂപയ്ക്ക് ഓഫർ പ്രൈസിനാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം ഇപ്പം എത്ര റേറ്റ് എന്ന് അറിയില്ല. അത് ഓഫറൊക്കെ വരുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ വാൾപേപ്പർ. ഇത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് തുടച്ച് മാറ്റാനും പറ്റും. അപ്പോൾ ഞാൻ ഈ വാൾപേപ്പർ ഈ ഒരു ഭിത്തിയിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതൊരു 15 വർഷം പഴക്കമുള്ള വീടാണ്. എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാഷ് ബേസിനൊക്കെ പണ്ടത്തെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഭിത്തി പെയിൻറ്റൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട്. വോൾട്ടൈലൊന്നും അധികം ഇല്ല, 2-3 വോൾട്ടൈലേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചുറ്റും നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ വാഷ് ബേസിനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വീടിപ്പോൾ ഫുൾ പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കുത്തിവരെയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തായാലും തൽക്കാലം ഈ ഒരു ഏരിയ വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾപേപ്പർ വാങ്ങിച്ചിട്ടൊന്ന് ഒട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാൾപേപ്പർ പർച്ചേസ് ചെയ്ത് ഒട്ടിക്കാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമോ എന്നറിയില്ല ഒട്ടിക്കുന്ന സമയത്ത്. എന്തായാലും ഇവിടെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് എന്തായാലും തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വാൾപേപ്പർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിന് തന്നെ നമുക്ക് വാൾപേപ്പറിൻ്റെ പുറമേയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ മാറ്റാം. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത്രയും തിക്നെസ്സാണ് ഈ ഒരു റോളിനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, വൈറ്റ് കളറിൽ കാണുന്ന ഒരു സ്റ്റിക്കർ നമ്മൾ നെയിം സ്ലിപ്പിങ്ങിൻ്റെ ഒക്കെ ബാക്കിൽ കാണില്ലേ, അതേപോലത്തെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് പൊളിക്കുക, ഇത് ഒട്ടിക്കുക, നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വോളിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതായത് നീളം എടുത്തിട്ട് ആ നീളത്തിന് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്കത് ഒട്ടിക്കാനായിട്ട് തുടങ്ങാൻ. പിന്നെ ഒരു പോർഷൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത് ഒട്ടിക്കുന്ന സമയത്ത് ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ ഒരു രീതിയിൽ വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ ഒട്ടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പുറമെയുള്ള സ്റ്റിക്കർ മൊത്തത്തിൽ ഒരുമിച്ച് പൊളിച്ച് മാറ്റരുത്, നെയിം സ്ലിപ്പിൻ്റെ മാറ്റുന്ന പോലെ. ഇത് വളരെ കുറച്ച് മാത്രം ആദ്യം റിമൂവ് ചെയ്യുക. എന്നിട്ട് റിമൂവ് ചെയ്ത് ആ ഒരു പോർഷൻ ഒട്ടിക്കുക. പിന്നെയും താഴേക്ക് കുറച്ചും കൂടി റിമൂവ് ചെയ്യുക, വീണ്ടും ഒട്ടിക്കുക. ആ ഒരു രീതിയിലാണ് ഇത് ഒട്ടിച്ച് പോരേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ ഇതേപോലെ കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മൾ എവിടെയാണോ ഒട്ടിക്കാൻ പോകുന്നത് അവിടേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പം ടോപ്പിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിൽ കൊണ്ടുപോയിട്ട് ആദ്യം ഒട്ടിക്കുക. ഇത് വാട്ടർ ലെവലൊക്കെ നന്നായിട്ടുള്ള വോളിലാവുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. എന്തെങ്കിലും വാട്ടർ ലെവൽ വ്യത്യാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചുളിവൊക്കെ വാൾപേപ്പറിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ താഴേക്ക് ആ സ്റ്റിക്കർ ഇങ്ങനെ കുറച്ചായിട്ട് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കുറച്ചൊരു മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ കുറച്ചധികം സ്റ്റിക്കർ ഇങ്ങനെ താഴോട്ട് റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കാനായിട്ട് നോക്കി. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കോല് പോലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന്, ഒരു സ്കെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിക്കോളും. പിന്നെ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൈ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഇത് കണ്ടോ, ഇത് ഞാനിതിൽ കുറച്ചധികം സ്റ്റിക്കർ ഇങ്ങനെ താഴോട്ട് റിമൂവ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കുറച്ചായിട്ട് ചുളിവുകൾ വീണിട്ടുണ്ട്.
പക്ഷെ അത് വീഡിയോയിൽ കാണുമ്പോഴാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ചുളിവുണ്ടെന്ന് തോന്നുന്നത്. നേരിട്ട് അത്ര വൃത്തികേടൊന്നും തോന്നിയില്ല എനിക്ക്. പക്ഷേ ഇതിൽ നേരെ നല്ല കറക്റ്റായിട്ട് ഒട്ടിക്കായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഇച്ചിരി ധൃതി കാണിച്ച് കുറച്ചധികം സ്റ്റിക്കർ ആദ്യം തന്നെ റിമൂവ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയത്. പിന്നെ നമ്മളിത് വീണ്ടും ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഒട്ടിച്ച് വിട്ടു. അപ്പോൾ അടുത്തത് ചെയ്യുന്നത് തൊട്ട് എന്തായാലും അതേപോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കറക്റ്റായിട്ട് കുറച്ചായിട്ട് മാത്രം റിമൂവ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെ ഒരു എന്താ പറയുക, ബ്രഷൊക്കെ ഇടുന്നത് ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ അളവ് വരെ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഒട്ടിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തോളൂ, വളരെ കുറച്ച്. എന്നിട്ടാണ് ഞാനത് ഒട്ടിച്ചത്. വീണ്ടും ഞാൻ വളരെ കുറച്ച് മാത്രം റിമൂവ് ചെയ്യുക, ഒട്ടിക്കുക, വീണ്ടും വളരെ കുറച്ച് റിമൂവ് ചെയ്യുക, ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ആദ്യം ചെയ്തതുപോലെ ഒരുപാട് റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കരുത്. അപ്പോൾ അത് ശരിക്കും ചുളിവ് വീഴും, അല്ലാണ്ട് ചുളിവ് വീഴും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഇവിടെ ഒരു ഹുക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിവിടെ വീണ്ടും താഴേക്കുള്ള വാൾപേപ്പറിന് അവിടെ ഒരു കട്ടിങ് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറക്റ്റായിട്ട് ആ ഹുക്ക് അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് നമ്മളുടെ ഒട്ടിക്കാൻ പോകുന്ന വാളിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോഴും ആ ഡിസൈൻ കണ്ടിന്യൂറ്റി വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. മുകളിലുള്ള ഡിസൈനിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ വേണം ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരു ഷീറ്റ് ഒട്ടിച്ച് അടുത്ത ഷീറ്റ് ഒട്ടിക്കുമ്പോൾ ആ ഡിസൈൻ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതുപോലെ ചെറിയ പോർഷൻ മാത്രം സ്റ്റിക്കർ റിമൂവ് ചെയ്ത് ഒട്ടിച്ച് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഭിത്തി വാട്ടർ ലെവൽ അല്ലെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എനിവേ എങ്ങനെ ആയാലും ഇതങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാഷ് ബേസിൻ ഏരിയയുടെ ലുക്ക് തന്നെ ചേഞ്ചായി, ഒരു നല്ല ഭംഗിയായി കേട്ടോ. ശരിക്കും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറിച്ചാൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ച് കളഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആയിക്കോളും. വാട്ടർ പ്രൂഫാണ്, യാതൊരു പ്രശ്നമില്ല. ഇങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ഭിത്തികളിൽ മാത്രമല്ല കേട്ടോ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കിച്ചണിൽ വരുന്ന ഭിത്തികളിലൊക്കെ ഒട്ടിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ഫുഡ് വീണ് എന്തെങ്കിലും സ്റ്റെയിനൊക്കെ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ കിഡ്സ് റൂം, ബെഡ്റൂം, ലിവിങ് റൂമിൻ്റെ ഒക്കെ ഭിത്തികൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നല്ല നല്ല 3D വാൾപേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഒരുപാട് 3D വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് തന്നെ മാറ്റും. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്നത് കബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കബോർഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ കബോർഡിൻ്റെയൊക്കെ ഒരു ലുക്ക് തന്നെ മാറും കേട്ടോ. പിന്നെ നമുക്കൊരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒരു ഡിസൈൻ ഒന്ന് മാറണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിസ്സാര വിലയ്ക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. വോൾ ടൈലോ അല്ലെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാൾപേപ്പറിൻ്റെ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. നമ്മളൊരു ഡിസൈൻ കണ്ടു മടുത്താൽ നമുക്ക് വേറൊരു ഡിസൈൻ ആക്കാനും പറ്റും. പിന്നെ ഗ്രാനൈറ്റിൻ്റെ ഷെയ്ഡിലുള്ള ഇതേപോലത്തെ വാൾപേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ വീടുകളുടെയൊക്കെ ഈ കിച്ചൻ്റെ ടേബിൾ ടോപ്പൊന്നും ചിലപ്പോൾ ടൈലോ ഗ്രാനൈറ്റോ ഒന്നും ഇട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലത്തെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിച്ചണ് കിട്ടും കേട്ടോ. അതുപോലെ ഇത് വാഷ് ബേസിൻ്റെ ഏരിയയിൽ ഇട്ടിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ ആ ഒരേ ഡിസൈനിലുള്ള ഒരു വാൾപേപ്പറാണ്. കണ്ടാൽ ടൈലാണെന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വാൾപേപ്പർ വെച്ചിട്ട് മൾട്ടിപർപ്പസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വാൾപേപ്പർ ഒട്ടിച്ചാൽ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളും വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.